വെച്ചിട്ടുള്ള ഒരു പൂരിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു കറിയും കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പൂരി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല. ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പറ്റാവുന്നത്രയും പൊടിച്ചെടുക്കാം. പിന്നെ റവ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് പൊടിക്കാൻ പറ്റില്ല, കുറച്ചൊരു തരി കാണും, അത് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർക്കാം. ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ വേണം കുഴച്ചെടുക്കാനായിട്ട്, ഒരുപാട് ടൈറ്റ് ആക്കണ്ട. കാരണം ഇത് ഇരിക്കുന്നോറും കട്ടിയായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം പോലെ കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാം. എല്ലാം കൂടി ഇതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കുഴച്ചിരിക്കുന്നത്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിന് വേണ്ടി ഒരു കറി തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കുന്നത് ഉരുളക്കിഴങ്ങ് കറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇതിലേക്ക് നമ്മൾ സവാളയൊന്നും ചേർക്കാതെയാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർക്കാം. കടുക് പൊട്ടിയതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. സാധാരണ മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് നോക്കി ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ പെരുങ്കായപ്പൊടിയും കൂടി ചേർക്കാം. അതായത് നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്ന കായപ്പൊടി. കായപ്പൊടി മസ്റ്റായിട്ട് ചേർക്കണം, നല്ലൊരു ഫ്ലേവറാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കടുക് പൊട്ടിയ ഉടനെ തന്നെ തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചെടുത്തതാണ്, അതും കൂടി നമുക്ക് ചേർക്കാം. 2 വലിയ ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കറിയിലേക്ക് നമ്മൾ സവാളയും തക്കാളിയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റിയാണ്. സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. വേവിച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് തന്നെ മതി ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർക്കാം. ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഗ്രീൻ പീസും കൂടി നമുക്ക് ഈ സമയത്ത് തന്നെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ചാറ് കുറച്ചും കൂടി വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ആദ്യം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കണം. കറി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചാൽ നമ്മുടെ കറി റെഡിയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്കുന്നത്. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ കുറച്ച് ലൂസാക്കി കുഴയ്ക്കണമെന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ സാധാരണ പൂരിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇനി നമുക്കിത് ഓരോന്നും പരത്തിയെടുക്കാം. കുറച്ച് ഗോതമ്പൊടി വിതറിയതിന് ശേഷം നമ്മൾ സാധാരണ പൂരിക്കൊക്കെ പരത്തുന്ന രീതിയിൽ തന്നെ പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറയ്ക്കേണ്ട, അതേസമയം ഒരുപാട് കട്ടിയിൽ വെക്കണ്ട. ഈ ഒരു തിക്നെസ്സിലാക്കിയെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് നല്ല റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു അടപ്പ് വെച്ച് നല്ലൊരു റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാവുന്നതാണ്. ഇതൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഓരോന്നും ഇതേ രീതിയിൽ തന്നെ പരത്തിയെടുക്കാം. ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. നമ്മൾ വറുത്തെടുക്കുമ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിരിക്കണം, എന്നാലേ ഇത് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഓരോന്നും ഇട്ടുകൊടുക്കാം. നമ്മൾ ഇട്ട പാടെ തന്നെ നന്നായിട്ട് ഇത് പൊന്തി വരും, തനിയെ തന്നെ പൊന്തി വന്നോളും. അപ്പോൾ ഒരു സൈഡ് ആയതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിരിക്കും, അതേസമയം നല്ല സോഫ്റ്റുമാണ് ഈ ഒരു പൂരി. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം.
അപ്പോൾ ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഓരോ പൂരിയും ഇതേപോലെ തന്നെ നന്നായിട്ട് തന്നെ പൊന്തി വന്നോളും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഉരുളക്കിഴങ്ങ് നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെച്ചാൽ ഒരു 15 മിനിറ്റ് മതി ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അതുപോലെ ഈ പൂരി ഇങ്ങനെ തന്നെ പൊങ്ങി തന്നെ ഇരിക്കും, തണുത്താലും ഇങ്ങനെ തന്നെ ഇരിക്കും. നല്ലൊരു ടേസ്റ്റുമാണ് റവ കൊണ്ട് ഉണ്ടാക്കുന്ന പൂരിക്ക്. നിങ്ങളെന്തായാലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.